Hi friends, welcome back to my YouTube channel. It's me Ajmal. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ വാട്സാപ്പിൽ നമുക്ക് എങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് മെസ്സേജ് അയക്കാം എന്നതിനെക്കുറിച്ച് പറഞ്ഞു തരാനാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇപ്പോൾ കുറേയാണ് എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. 1K സബ് ആയാലും എൻ്റെ ചാനൽ കുറേ പേര് അൺസബ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ചെയ്യാതിരിക്കുക. പ്ലീസ് നിങ്ങൾ എന്തായാലും ചെയ്യാതിരിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പറയാൻ പോകുന്നത് കുറേ മണ്ടത്തരങ്ങൾ ഉണ്ടാവാൻ ക്ഷമിക്കുക. പിന്നെ പറയാനുള്ളത് വെച്ചാൽ എങ്ങനെ നമുക്ക് മെസ്സേജ് ഷെഡ്യൂൾ ചെയ്തേക്കാം. ഷെഡ്യൂൾ വെച്ചാൽ നമുക്കിപ്പോൾ നാളെ രാവിലെ ഒരു 12 മണിക്ക്, അതായത് ഇന്ന് രാത്രി നാളെ രാവിലെ 12 മണിക്ക് എങ്ങനെ നമുക്കൊരു ഷെഡ്യൂൾ ചെയ്ത് മെസ്സേജ് അയക്കാം. അപ്പോൾ ഇപ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ നാളെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണെങ്കിൽ അവരുടെ ദിവസം അവർക്ക് പ്രൈവറ്റായിട്ട് നമുക്ക് എങ്ങനെ പ്രൈവറ്റായിട്ട് വെച്ചാൽ എങ്ങനെ അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് അവർക്ക് മെസ്സേജ് അയക്കാം എന്നതിനെക്കുറിച്ച് പറഞ്ഞു തരാനാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ടിങ് ടിങ് എന്ന് അടിക്കുന്ന സാധനം നിങ്ങൾ എന്തായാലും ഒന്ന് ഓണാക്കി വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിനും നിങ്ങൾ മൊബൈലിലേക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ആ സമയം നിങ്ങൾ ഇതിൽ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് ചെയ്യാമെന്ന് നോക്കാം. അതായത് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ മുകളിലായി സെർച്ച് ബാറിൽ സ്കെഡിറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആ ഫസ്റ്റ് വരുന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ഉണ്ടാകുന്നത്. ഇതിൽ സൈനിങ് ചെയ്യാനുള്ള ഓപ്ഷനെല്ലാം ഉണ്ട്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ താഴ്ഭാഗത്തായി സ്കിപ്പ് എന്ന് കാണാം. അതിനു മുമ്പ് ഏറ്റവും അടിയിലായി ഒരു ടിക്ക് കൊടുക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അത് ജസ്റ്റ് പെർമിഷൻ നമ്മൾ ടിക്ക് ചെയ്തതിന് ശേഷം സ്കിപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ 3 ഓപ്ഷൻ കാണാം. കോൾ എന്നും SMS എന്നും വാട്സപ്പ് എന്നും കാണാം. ഇത് 3ഉം നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് കോൾ ചെയ്യാനാണെങ്കിൽ അതൊക്കെ സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ വേണ്ടത് വാട്സപ്പാണ്. അപ്പോൾ വാട്സപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴ്ഭാഗത്തായി ഡൺ എന്ന് കാണാം. അതും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാകുന്നത് വാട്സപ്പ് ബിസിനസ്, വാട്സപ്പ്, SMS, ഇമെയിൽ, കോൾ ഇതെല്ലാം നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് ആക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടേത് വാട്സപ്പ് ബിസിനസ് ആണെങ്കിൽ വാട്സപ്പ് ബിസിനസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റേത് വാട്സപ്പ് ആയതുകൊണ്ട് ഞാൻ വാട്സപ്പ് എന്ന് ക്ലിക്ക് ചെയ്തു. ആ വാട്സപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എനേബിൾ എസേബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പെർമിഷൻസ് എല്ലാം ഒന്ന് എലവ് ചെയ്ത് കൊടുക്കുക. അവിടെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സ്കെഡിറ്റ് എന്ന് കാണാം. അത് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് അവിടെ വരുന്ന ഒരു ഓപ്ഷനിൽ എനേബിൾ എന്ന് കൊടുക്കുക. ഇനി പിറകോട്ടേക്ക് വന്നാൽ ഇവിടെ നമ്മുടെ വാട്സപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് കാണാം. അതിന് ഏറ്റവും മുകളിലായി 2 എന്ന സ്ഥലവും തൊട്ടിപ്പുറം വലതുവശത്തായി ഗ്രൂപ്പ് എന്നും കാണാം. ഈ ഗ്രൂപ്പ് എന്നുള്ളത് നമുക്ക് ഗ്രൂപ്പിൽ ഷെഡ്യൂൾ ചെയ്ത് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരാൾക്ക് എങ്ങനെ മെസ്സേജ് അയക്കാമെന്ന് നോക്കാം. അതിനായി ഇടതുവശത്ത് മുകളിലായി ഒരു പ്ലസ് ഐക്കൺ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആർക്കാണോ ഷെഡ്യൂൾ ചെയ്ത് മെസ്സേജ് അയക്കേണ്ടത് അവരുടെ കോൺടാക്റ്റ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട് ആഷിഖ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. അവന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, E4 എൻ്റർടൈനേഴ്സ് എന്ന യൂട്യൂബിൻ്റെ പേര്. ഞാനിപ്പോൾ ആഷിഖിനെ സെലക്ട് ചെയ്തു. അതിന് താഴത്തായി മെസ്സേജ് എന്ന് കാണുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത്, എന്താണ് മെസ്സേജ് അയക്കേണ്ടത് അത് ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോസും വീഡിയോസും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കുന്നത് പോലെ അയക്കാവുന്നതാണ്. അതിൻ്റെ താഴ്ഭാഗത്തായി ഷെഡ്യൂൾ എന്ന് കാണാം. അവിടെയായി നിങ്ങൾക്ക് ഏത് സമയം ഏത് ഡേറ്റിലാണ് അത് പോകേണ്ടതെന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സമയവും ഒരു ടൈമും കൊടുക്കുന്നു. എന്നിട്ട് ആസ്കിങ് മീ ബിഫോർ സെൻഡിങ് എന്ന ഓപ്ഷൻ ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിലായി ഒരു ടിക്ക് ഐക്കൺ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് കൊടുത്താൽ നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട്. ആ ടിക്ക് കൊടുക്കുമ്പോൾ എനിക്കിപ്പോൾ കാണിച്ചത് ഞാനിപ്പോൾ ദിവസം ഈ സമയം നമുക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുന്നു.
അതുകൊണ്ടാണ് ഷെഡ്യൂൾ ആവാത്തത്. നമുക്ക് മുമ്പിലെ ദിവസം നമുക്ക് ഇന്ന് മുതൽ മുമ്പോട്ടുള്ള ദിവസമാണ് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം മുകളിലായുള്ള ടിക്ക് ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ വാട്സപ്പിനിടയിൽ 1 മെസ്സേജ് ഷെഡ്യൂൾ എന്ന് എഴുതിയിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാൻ പിന്നെ ഇതിൽ എനിക്ക് ഈ വീഡിയോസ് എല്ലാം വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 2K 3K വരാൻ നിങ്ങളെ സഹായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിക്കാനാവും, എനിക്ക് അടിക്കാനാവും. നിങ്ങൾ എന്തായാലും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ കാണുന്നത്.